കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തനിക്കും ഇടതുമുന്നണി ഭരണസമിതിക്കുമെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും പാർട്ടിയും മുന്നണിയും അനുമതി നൽകിയാൽ നിയമപരമായി നേരിടുമെന്നും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി അനിൽകുമാർ ആരോപണം ഉന്നയിച്ച സുഭിലാഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിൽകുമാർ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. തൂവെളിച്ചം പദ്ധതി എന്താണെന്ന് പോലും അറിയാതെയാണ് അഴിമതി ആരോപിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നത് തന്റെ ബിനാമി കമ്പനിയാണെന്ന് ആരോപിക്കുന്നവരെ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. കമ്പനി ആരുടെ ബിനാമിയാണെന്നത് അധികം താമസിക്കാതെ തന്നെ വെളിപ്പെടുത്തും. അംഗം വന്നിട്ട് എന്താണ് തൂവെളിച്ചെന്നൊന്ന് പറയാമോ? പബ്ലിക്കിന്റെ ഇടയിൽ പറഞ്ഞാൽ മതി. അതുപോലും മിനിമം ധാരണയില്ലാതെയാണ് തൂവെളിച്ചം പദ്ധതിയിൽ അഴിമതി എന്ന് ഈ നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. തൂവെളിച്ചം എന്ന് പറയുന്ന ഒരു പേരിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടോ? 2021-ലോ 22-ലോ 23-ലോ 24-ലോ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഏതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെയും അനിവാര്യ ചുമതലകളിൽ പെടുന്നതാണ് ഏത്? തെരുവിളക്ക് പരിപാലനം എന്നുള്ളത്. ഈ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം മുതൽ ഇവിടെ ജീവിക്കുന്ന നാട്ടുകാർക്കറിയാം ഈ നാട്ടിൽ എങ്ങനെയാണ് തെരുവിളക്ക് കത്ത്. അന്നും ഇന്നും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തെരുവിളക്ക് ഇടുക എന്നുള്ളത്. എന്നാൽ ഈ നാട്ടിൽ ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഇപ്പോൾ ലൈലത്താത്ത പ്രസിഡന്റായിട്ടുണ്ട്, ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ്, ഞങ്ങളടക്കമുള്ള മുൻ ഭരണാധികാരികളുടെ ഞങ്ങൾ സ്വയം വിമർശനപരമായ സംസാരിക്കുന്നത്. എത്ര ലൈറ്റ് ഈ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പോലെ ഒരു വിസ്തൃതമായ ഒരു പഞ്ചായത്തിൽ മുമ്പ് കത്തുമായിരുന്നു. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസം നിലനിന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം വേണം എന്ന് ആഗ്രഹിക്കുകയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഞാൻ പ്രസിഡന്റായ സമിതി അധികാരത്തിൽ വന്നപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന് അവകാശപ്പെടാനില്ലാത്തവണ്ണം തെരുവിളക്ക് പരിപാലന പദ്ധതി നടപ്പാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത്. അന്ന് അതിൻ്റെ പ്രസിഡന്റായിരുന്ന ഞാൻ പ്രഖ്യാപിച്ചതാണ് ഇത് എന്തെന്ന്, തൂവെളിച്ചം എന്ന പേര്. എന്തായാലും വളരെ മൈലേജ് കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ ഒരു വാക്കെങ്കിലും നാട്ടിലാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ 5 വർഷവും 6 വർഷവും 10, 15, 20, 25 വർഷം ഈ നാട് ഭരിച്ച ഇവർക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു കല്ല് പെൻസിൽ മേടിച്ച് ആർക്കെങ്കിലും കൊടുത്തതിൻ്റെ പേരിൽ ഇവരുടെ പേരൊന്ന് അറിയപ്പെടട്ടെ. ഞാൻ 2.5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു, എന്ത് വികസനങ്ങൾ ചെയ്തു എന്ന് അച്ചടിച്ച് 11,000-ഓളം വരുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് എത്തിച്ചു വരാൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതിൽ ഏറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ഉത്തരവാദിത്തപൂർവ്വം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാജിക്കത്ത് എൻ്റെ രാഷ്ട്രീയ ധാരണ പ്രകാരം കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതാണ് ലൈറ്റ് വാങ്ങിയിരിക്കുന്നത്. ഒരു ലൈറ്റിന് 2,600-ഉം 2,800-ഉം ഒക്കെ വിലയ്ക്കാണ് ഒരു ലൈറ്റ് വാങ്ങിയിരിക്കുന്നത്. എത്ര? 20 വാട്ടിൻ്റെ 22 വാട്ടിൻ്റെ. അതേ സ്ഥാനത്ത് ഗ്യാരണ്ടി 2 വർഷം. ഇനി അതേ സ്ഥാനത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ എൻ്റെ ബിനാമി കമ്പനിയിൽ നിന്ന് മേടിച്ചേക്കുന്ന എത്രയാണെന്നറിയാവോ? 1,400 സംതിങ്. എന്ന് പറഞ്ഞാൽ നേരത്തെ മേടിച്ചതിനേക്കാൾ മുൻവർഷം മേടിച്ചതിനേക്കാൾ പകുതി വിലയ്ക്ക് ഈ പഞ്ചായത്ത് ലൈറ്റ് മേടിച്ചത് എൻ്റെ ബിനാമി കമ്പനിയും. അതിലാണ് അഴിമതി എന്ന് പറയുന്നത്. എന്തുമാത്രം മര്യാദയില്ലായ്മ. ഇനി ഒരു കാര്യം കൂടി പറയാം. കേരള ഗ്രാമജ്യോതി ലൈറ്റിങ്സ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാനുണ്ട്, ഡയറക്ടർ ബോർഡ് അംഗമാണ് ഞാൻ. കേരളത്തിൽ ഗവൺമെൻറ് അംഗീകൃത ലൈറ്റ് കമ്പനിയുടെ അതിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഫേവർ ചെയ്യണമെങ്കിൽ എൻ്റെ കമ്പനിയെ സഹായിച്ചാൽ പോരെ. എന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു ഉത്തരവാദിത്തമാണത്. കേരള ഗ്രാമജ്യോതി ലൈറ്റിങ്സ് കമ്പനിയുടെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ക്രൂസിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിക്കുക. അന്നേരം എൻ്റെ കമ്പനിക്ക് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇവിടുന്ന് കൊടുത്തിരുന്നെങ്കിലല്ലേ ഇതിനകത്ത് അഴിമതി പറയാൻ പറ്റൂ. എൻ്റെ പ്രൊഫൈൽ ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. കല്ലുവട്ടാങ്കുഴി വാർഡിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പകൽ വീട്ടിൽ തെരുവ് വിളക്കുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിൽ അഴിമതി ആരോപിക്കുന്ന സുഭിലാഷ് കുമാർ പഠന വീട്ടിലുണ്ടായിരുന്ന TV എടുത്ത് സ്വന്തം വീട്ടിൽ വെച്ചതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് വ്യക്തമാക്കണം. അവിടെ ലൈറ്റ് സ്ഥാപിക്കുക. 2, നിലവിൽ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ലൈറ്റ് ഇടുന്നതിനും സ്ട്രീറ്റ് മെയിൻ വലിച്ച സ്ഥലത്ത് ലൈറ്റ് ഇടുന്നതിനുമായി ഒരു പ്രോജക്റ്റ് എടുത്തു. ഇത് പ്രകാരം ലൈറ്റ് വാങ്ങി സ്ട്രീറ്റ് മെയിൻ വലിക്കാനുള്ള പൈസ ആദ്യമേ അടച്ചു. കാരണം 4 മാസത്തിന് മുമ്പ് അടച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അടച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രീറ്റ് മെയിൻ എത്രയും പെട്ടെന്ന് വലിക്കുമെന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ കമ്പി യഥാസമയം ലഭിക്കാത്തത് കൊണ്ട് അത് ലൈൻ വലിച്ചില്ല. എന്നാൽ എന്നെങ്കിലും ലൈറ്റ് വാങ്ങിച്ചിട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ട് അപ്പോൾ മാത്രം ലൈറ്റ് വാങ്ങി ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഇട്ടാൽ മതി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നിലവിൽ അണഞ്ഞു കിടക്കുന്നിടത്തും ഇല്ലാത്ത സ്ഥലത്തുള്ളതായിട്ട് ലൈറ്റ് വാങ്ങിയേ മതിയാവും. അപ്പോൾ ലൈറ്റ് വാങ്ങി ഇടേണ്ട സ്ഥലങ്ങളിൽ ഇട്ടു. ബാക്കിയുള്ളത് എവിടെ സൂക്ഷിച്ചത്? ഇവിടെ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോയല്ലോ. ഇവരെ ആരാ ചുമതലപ്പെടുത്തിയത് CBI അന്വേഷിക്കാൻ? അതിലെവിടെ നിയമപരമായ പിഴവ്? ആ സ്ഥലം എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. ഇതിൽ അപാകത എവിടെയാണ്? അതൊന്ന് പറഞ്ഞാൽ. അത് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇനി ഇതിനോടൊപ്പം ഞങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം നമുക്കൊരു പൊതു സംവാദം തന്നെ ഇക്കാര്യത്തിലാകാം. അപ്പോൾ അതാണ് കല്ലുവട്ടാങ്കുഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഭരണഘടനാ സാക്ഷരതയുടെ കേസിൽ നിങ്ങളെ ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ കാര്യങ്ങളും ഒറ്റവരി തീരുമാനങ്ങളല്ല, ഓരോ യോഗത്തിലും ഓരോരോ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രഖ്യാപന ചടങ്ങ് നടത്തേണ്ടത്, അതിലാരെയാണ് പങ്കെടുപ്പിക്കേണ്ടത്, അതിനാവശ്യമായ പണം എങ്ങനെ സമാഹരിക്കാം, അതിനുവേണ്ടി കമ്മിറ്റി എടുക്കേണ്ടതായിട്ടുണ്ടോ, അതിന് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ടോ, പണം സമാഹരിക്കുന്നത് എന്ത് ചെയ്യണം, അത് ഏത് രീതിയിൽ ചെലവഴിക്കണം, അതിനാർക്കാണ് ചുമതല എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സബ്ജക്റ്റ് ഒരു സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും അതിന് വഴങ്ങാതെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരോട് വൈരാഗ്യം തീർത്തെന്നും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം സ്പർശിക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഏകദേശം 6ഓളം സെക്ഷനുകൾ, ഗുരുതരമായ സെക്ഷനുകൾ ചാർത്തിയിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കൊല്ലം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിലാണ് അദ്ദേഹം. നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അറിഞ്ഞോ? നിങ്ങൾ വാർത്ത ചെയ്തോ? ഞങ്ങളിത് അറിഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റായ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിയെ ഹത്യ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം, ഞങ്ങളുടെ മര്യാദ കൊണ്ട് മാത്രം ഞങ്ങൾ ഈ കാര്യം പുറത്ത് പറയുകയോ അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞങ്ങൾ ഉയർത്തി കാണുകയോ ചെയ്തില്ല. നിങ്ങളിത് പരിശോധിക്കുക, ഇതിൻ്റെ കോപ്പിയെല്ലാം ഇത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുക. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, വ്യവസ്ഥാപിതമായ രീതിയിൽ വാങ്ങിയ ഒരു സ്ഥാപനം വ്യവസ്ഥാപിതമായ രീതിയിൽ സൂക്ഷിച്ചു എന്നത് പിന്നെ അഴിമതിയാണെന്ന് പ്രചരിപ്പിക്കുന്ന സുഭാഷ് കുമാർ പഠന വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്ന TV ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയില്ലേ? അവരുടെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ. ഇതെല്ലാ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്കും അറിയില്ലേ? കോൺഗ്രസ് പാർട്ടിക്കും അറിയില്ലേ? അവരുടെ വീട്ടിൽ ഇപ്പോഴും ആ TV ഇരിപ്പുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കുടുംബസമേതം വന്ന് TV എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന അതാണോ അഴിമതി? ഇത് നിയമപരമായി വാങ്ങിയ ലൈറ്റ് നിയമപരമായ ഒരു സ്ഥാപനത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അണ്ടറിലുള്ള ഒരു സ്ഥലത്ത് വെച്ചത്, അതാണ് അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഴിമതിയാണോ? നിങ്ങൾ ഇത് വാർത്ത കൊടുക്കുക. ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപന ചടങ്ങിൽ 1 രൂപയുടെ പോലും ക്രമക്കേട് നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 4ാമത് വീട് നിർമ്മിച്ചു നൽകുന്നത് സുഭിലാഷ് കുമാറിനാണ്. ഇതിനായി സംഘടനയുടെ മറവിൽ സ്വന്തം പേരിലെടുത്ത അക്കൗണ്ട് വഴി പണപ്പിരിവ് നടത്തുകയാണ്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ജാള്യത മറ്റുള്ളവർ ചെയ്യുമ്പോൾ അഴിമതിയായി കാണുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഇത് നിങ്ങളെ കാണിക്കുക. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 4ാമത് ഭവനം ഇത് ആർക്കാണ് നിർമ്മിക്കുന്നതെന്നറിയാമോ? സുഭിലാഷ് കുമാറിനാണ് നിർമ്മിക്കുന്നത്. ഭാരതീപുരത്ത് ആ 11 മൈൽ ഭാഗത്തോടെയാണ് ഇത് 44 എന്ന് പറയുന്നത് സി സുഭിലാഷ് കുമാറിൻ്റെ പേരിലുള്ള അക്കൗണ്ട്, ഫെഡറൽ ബാങ്കിലുള്ള അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിലൂടെയാണ് പൈസ സമാഹരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ സംഘടനകൾ എന്തെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നു. ആ സംഘടനയുടെ പേരിൽ മാത്രമേ നടത്താൻ പറ്റൂ. ആ സംഘടനയുടെ പേരിൽ ചെയ്ത് ആ സംഘടന തന്നെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുക, ഒരു കരാറുകാരനെ ഏൽപ്പിക്കുക, ആ കരാറുകാരന് പണം ഈ സംഘടന കൊടുക്കുക, അത് പിന്നീട് നിയമപരമായി ഓഡിറ്റ് ചെയ്യുക, പൊതുജനങ്ങളെ അറിയിക്കുക. ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ആ സംഘടന നിർവഹിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു സംഘടനയുടെ പേരും സുഭിലാഷ് കുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടും. അങ്ങനെ ചെയ്യാൻ ഒരു ജനപ്രതിനിധിയല്ലേ അദ്ദേഹം? ഒരു ജനപ്രതിനിധിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തരത്തിൽ പണം വന്നാൽ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു വെടി പൊട്ടിച്ചിട്ട് ദിവസം ഇപ്പോൾ 10ആയി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കടലാസ്, ഒരു പരാതി നാളിതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യവും കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഈ വിഷയം പൊതുജനങ്ങൾ ചർച്ച ചെയ്യാൻ. ഇവിടെ കഴിഞ്ഞ 4 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഇത്തരത്തിലൊരു അപാകത ചൂണ്ടിക്കാണിക്കുകയോ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത്. അത് ചെറിയ ആളുകളൊന്നുമല്ല. സാബു എബ്രഹാമിനെ പോലെ, സിസിലി ജോബിനെ പോലെ, സുഭിലാഷ് കുമാറിനെ പോലെ, ഷീല സത്യനെ പോലെ വളരെയധികം കാലം ജനപ്രതിനിധികളായിരുന്ന തഴക്കവും വഴക്കവുമുള്ള മെയ്വഴക്കവുമുള്ള ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു നിര ഈ പഞ്ചായത്ത് സമിതിയിലുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം ഞാനും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാബിയും മാത്രമാണ് ഇതിനു മുമ്പ് ജനപ്രതിനിധിയായിട്ടുള്ള ആളുകൾ. ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു സമിതി ഇവിടെ നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ആക്ഷേപം നാളിതുവരെ ഇവരാരും ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് 4 വർഷം അങ്ങോട്ട് പൂർത്തിയായ ഘട്ടത്തിൽ പെട്ടെന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ചെയ്തതെല്ലാം അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോൺഗ്രസ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു. ഒരു ദിവസം വാർത്താ സമ്മേളനം നടക്കുന്നു, പിറ്റേ ദിവസം കുത്തിയിരിക്കുന്നു, പിന്നെ അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടത്തുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ കുളത്തൂപ്പുഴ രാഷ്ട്രീയത്തിൽ 10-22 വർഷമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് 12 വർഷം ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. 3ാമത് തവണയാണ് ജനപ്രതിനിധിയാകുന്നത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി സ്ഥാനവും പഞ്ചായത്തിൽ വഹിച്ച ഒരാളാണ്. അന്നേരം ഇവിടെ കുളത്തൂപ്പുഴയിലെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്കും ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കും വളരെ വ്യക്തതയോടുകൂടി അറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രമാണിതിന് പിന്നിൽ. ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.